കണ്ണൂരിൽ കനത്ത മഴയാണ് എന്ന് നേരത്തെ പ്രേക്ഷകർ പറയുന്നുണ്ടായിരുന്നു. കണ്ണൂരിൽ മലയോരത്തെ പുഴകളൊക്കെ കരകവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യമാണുള്ളത്. താഴ്ന്ന പ്രദേശങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. കൊട്ടിയൂർ വയനാട് പാൽച്ചുരം റോഡിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് രാത്രി യാത്രയൊക്കെ നിരോധിച്ചിട്ടുണ്ട്. സന്തോഷ് വിവരങ്ങളുമായി ചേരുകയാണ്. സന്തോഷ്, എന്താണ് ജില്ലയിൽ വളരെ വലിയ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോൾ കരകവിഞ്ഞൊഴുകുന്ന പുഴകളൊക്കെ കരകവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ് എന്ന് മനസ്സിലാക്കുന്നു. ആളുകളെയൊക്കെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ടോ? അതോടൊപ്പം തന്നെ ഈ പാൽച്ചുരം എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ ആശ്രയിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാകുന്നു, രാത്രിയാത്രയൊക്കെ നിരോധിച്ച ഒരു സാഹചര്യമാണല്ലേ? തീർച്ചയായും അഞ്ജന, കണ്ണൂർ ജില്ലയിലും കനത്ത മഴയും മഴക്കെടുതിയും തുടരുകയാണ്. ഈ കനത്ത മഴയെ തുടർന്ന് പല സ്ഥലങ്ങളിലും മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നത് മൂലം പ്രാദേശികമായിട്ടുള്ള ഗതാഗതം തടസ്സപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ കണ്ണൂർ വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡായ പാൽച്ചുരം റോഡിൽ ഇന്നലെ മുതൽ മണ്ണിടിച്ചിൽ ആരംഭിച്ചതിനെ തുടർന്ന് ഇവിടെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഭാരമുള്ള വാഹനങ്ങൾക്ക് പൂർണ്ണമായ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ രാത്രികാലങ്ങളിൽ ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. ഇത് വലിയ ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്ന ഒരു പ്രധാന പാത തന്നെയാണ്. ഇവിടെയാണ് ഇപ്പോൾ മണ്ണിടിച്ചിൽ പല ഭാഗങ്ങളിലും തുടരുന്നത്. അതിനെ തുടർന്നാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ജില്ലയിലെ മറ്റ് ചില പ്രാദേശികമായിട്ടുള്ള റോഡുകളിലും ഇത്തരത്തിൽ മണ്ണിടിച്ചിൽ കാരണം ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. ചുഴലി ചെമ്പൻതൊട്ടി റോഡിൽ എടയന്നൂരിൽ മണ്ണിടിഞ്ഞു വീണ് രാവിലെ മണ്ണിടിഞ്ഞു വീണു. അവിടെ ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ മലയോര മേഖലയിലെ പുഴകളിലെല്ലാം തന്നെയും ജലനിരപ്പ് ഉയർന്നതിനാൽ കരകവിഞ്ഞ് ഒഴുകാൻ തുടങ്ങിയതിനാൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കത്തിൻ്റെതായിട്ടുള്ള ഭീഷണിയുണ്ട്. പ്രത്യേകിച്ച് കൃഷിനാശം ഉൾപ്പെടെ സംഭവിച്ചിട്ടുണ്ട്. കാനാമ്പുഴയും ശ്രീകണ്ഠപുരം പുഴ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെല്ലാം ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. വളപട്ടണം പുഴയിലും ജലനിരപ്പ് ഉയർന്നത് മൂലമുള്ള കണ്ണൂരിൽ ശക്തമായ മഴയൊക്കെ ഉള്ള ഒരു സാഹചര്യമാണ്. ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണുള്ളത്. അപ്പോൾ പുഴ ഒക്കെ കരകവിഞ്ഞൊഴുകുന്ന മലയോര മേഖലയിലെ പുഴയൊക്കെ കരകവിഞ്ഞൊഴുകുന്നു. താഴ്ന്ന പ്രദേശങ്ങളൊക്കെ വെള്ളക്കെട്ടിലാണ് എന്ന ഒരു സ്ഥിതിയിലാണ് ഉള്ളത്. എന്തായാലും എല്ലാവരും ജാഗ്രത പാലിക്കുക. പാൽച്ചുരത്തിലേക്കൊക്കെ രാത്രിയാത്രയൊക്കെ നിരോധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വഴി പോകുന്നവരൊക്കെ ശ്രദ്ധിക്കുക. മണ്ണിടിച്ചിൽ ഭീഷണിയൊക്കെ ഉള്ളതിനാലാണ്. അപ്പോൾ സമഗ്രമായ മഴയുടെ വാർത്തകളാണ് നമ്മൾ ഇത്രയും നേരം കണ്ടത്. അപ്പോൾ വയനാട് ജില്ലയിൽ മാത്രം അവധി, മറ്റ് കോഴിക്കോടും കോട്ടയത്തുമൊക്കെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമാണ് അവധിയുള്ളത്. മറ്റ് ജില്ലകളിലൊന്നും നിലവിൽ അവധിയൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ പല ജില്ലകളിലും മഴയൊക്കെ ശക്തി പ്രാപിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും സുരക്ഷിതരായി തന്നെ ഇരിക്കുക, മറ്റ് മുൻകരുതലുകളൊക്കെ എടുക്കുക.